ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഏറ്റവും തന്നെ വണ്ടിയുടെ RC ബുക്കിലെ എൻജിൻ നമ്പറും ചേസ് നമ്പറും വണ്ടിയുടെ എൻജിനുമേയും ചേസിമേയും കൊടുത്താണ് നമ്പറുകൾ രണ്ടും സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. എൻജിൻ നമ്പർ ഉള്ളത് ഇവിടെയാണ്. ഈ കൈ വെച്ചോത്താണ് എൻജിൻ നമ്പർ കാണിക്കുന്നത്. അത് നമ്മുടെ RC ബുക്കിൽ ഇവിടെ എൻജിൻ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിവിടെ സെയിം അല്ലേന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇത്, എൻജിൻ നമ്പർ. ഇനി ചേസ് നമ്പർ കിറ്റുള്ള വണ്ടികളിൽ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിലായിട്ടാണ് ചേസ് നമ്പർ വരിക. ഈ കാണുന്നതാണ് ചേസ് നമ്പറായിട്ട് വരിക. ഇവിടെയായിട്ട് ഞാൻ ബരൽ വെച്ച സ്ഥലത്ത് ചേസ് നമ്പർ ഉണ്ടാവും. അതും വണ്ടിയിലെ RC ബുക്കിലെ ചേസ് നമ്പർ ഇവിടെ ചേസ് നമ്പർ എന്ന് എടുത്തിട്ടുണ്ടാവും. അത് രണ്ട് സെയിം അല്ലേ നോക്കാം. ഇനി വണ്ടിക്ക് ഇൻഷുറൻസ് പേപ്പർ വാലിഡ് ആണോ നോക്കാം. ഇല്ലെങ്കിൽ 1500 രൂപയോളം വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ചിലവാകും. വണ്ടി ഫിനാൻസ് ആണോ എടുത്തേക്കണമെന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ക്ലോസ് ചെയ്ത പേപ്പർ നമ്മൾ മേടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ RC ബുക്കിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് വണ്ടി മാറ്റുമ്പോൾ ഫിനാൻസ് ക്ലോസ് ചെയ്ത പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. വണ്ടി ഫിനാൻസ് ആണ് എടുത്തെങ്കിൽ ഇവിടെ അഡ്രസ്സ് എന്നുള്ളത് ഏത് ഫിനാൻസ് ആണെന്ന് വെച്ചാൽ അവർക്കിടെ പേരുണ്ടാവും. അപ്പോൾ അവർക്കിടെ അവിടെ നിന്ന് ആ ഫിനാൻസ് കംപ്ലീറ്റ് അടച്ച് അത് ക്ലോസ് ചെയ്തതിൻ്റെ പേപ്പറും കൂടി മേടിച്ച് നമ്മൾ പേര് മാറ്റാനായിട്ട് രണ്ടും കൂടി RTO ഓഫീസിൽ കൊടുക്കുമ്പോൾ അവർ ആ ഫിനാൻസിൻ്റെ അത് അവിടെ നിന്ന് മാറ്റി പുതിയ RC ബുക്ക് നമുക്ക് തരും. നമ്മുടെ പേരിലേക്ക് ആകുമ്പോൾ പുതിയ RC ബുക്കിൽ ഫിനാൻസിൻ്റെ അത് ഉണ്ടാവില്ല, ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ നോക്കാം. ടയർ എന്തൊരു പുതിയതാണ്, അതേമാതിരി റീസോളിംഗ് ആണോ, ടയറിന് ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിട്ട് തേയ്മാനമുണ്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ടയർ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നല്ല പുത്തൻ ടയറാണ്. MFൻ്റെ ടയറാണ്. ഒരു ടയറിന് ഏകദേശം ഒരു 2000-ൻ്റെ അടുത്ത്, 1500-നും 2000 ആ റേഞ്ചൊക്കെയാണ് ഏകദേശം വില വരുന്നത്. നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം പുത്തൻ ടയറാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ റീസോളാണെന്ന് ശ്രദ്ധിക്കണം. റീസോൾ ടയറുകൾ 500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അത് നോക്കാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ സൈഡുകളിൽ നോക്കണം. ഈ സൈഡുകളിൽ നമുക്ക് വിള്ളൽ പോലെ കാണാൻ പറ്റും. വിള്ളൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. റബ്ബറും എന്താ പറയുക, ഈ MF എന്ന് എഴുതിയാണ് ഈ ഭാഗം, ഇത് തൊട്ട് മേളിലത്തെ ഭാഗം തമ്മിലൊരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ടയർ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ടയറിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് തേയ്മാനുണ്ടോയെന്ന്. ഇപ്പോൾ ചില വണ്ടികൾ നമുക്ക് ശ്രദ്ധിക്കാൻ കാണാൻ പറ്റും. ഒരു സൈഡ് മാത്രം കൂടുതൽ തേയുക, അല്ലെങ്കിൽ ഈ സൈഡ് മാത്രം കൂടുതൽ. അത് രണ്ടും എന്താ പറയുക, അങ്ങനെ തേയ്മാനം വരുന്നത് മെയിനായിട്ട് ഫ്രണ്ട് സസ്പെൻഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സസ്പെൻഷനായിട്ട് വേറെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പറയുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ടയറിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ പിന്നെ ശ്രദ്ധിക്കുന്ന ടയറിൻ്റെ കാര്യം, ടയറിൻ്റെ നെക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നെക്കൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ നെക്ക് ട്യൂബ്ലെസ് ടയറിൻ്റെ എല്ലാം നെക്ക് ഈ കാണുന്നത് പോലെ ആയിരിക്കും. അതായത് അറ്റത്ത് എയർ അടിക്കണത്ത് ട്യൂബ് ഇട്ടായിരിക്കും അടച്ചിരിക്കുന്നത്. സാധാ ട്യൂബുള്ള ടയറാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ അവിടെ സ്ക്രൂ ഇട്ട് മുറിക്കുകയൊക്കെ കഴിയും. അപ്പോൾ അത് എങ്ങനത്തെ കണ്ടീഷനിൽ ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ ട്യൂബ് ഇടും. അതായത് റിമ്മിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക, റിമ്മിൻ്റെ ഇടയിൽ കൂടെ എയർ പാസ് ചെയ്യുക, ടയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക. അതായത് ടയർ പഞ്ചറായകത്ത് ഒട്ടിച്ചാലും അതിൽ കൂടെ തന്നെ പിന്നെ എയർ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് ട്യൂബ്ലെസ് ടയറിൻ്റെ ഉള്ളിൽ ട്യൂബ് ഇട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട് ടയറിൻ്റെയും ബാക്ക് ടയറിൻ്റെയും നെക്ക് ഇതുപോലെ ട്യൂബ്ഡാണോ അതോ സ്ക്രൂ ഇട്ട് മുറിക്കാവുന്ന ടൈപ്പാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ക്രൂ ഇട്ട് മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ടയർ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ റിമ്മിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് എന്നാണ്. മാത്രമല്ല നമുക്ക് ആ റിമ്മ് ചിലപ്പോൾ ആ റിമ്മിന് എന്തെങ്കിലും വളവങ്ങാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർ ഇട്ട് കഴിഞ്ഞാലും എയർ ലീക്ക് ഉണ്ടാവും. അപ്പോൾ റിമ്മ് മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ എപ്പോഴും ട്യൂബ് ഇട്ട് ഉപയോഗിക്കേണ്ടി വരും. ട്യൂബ് ഇട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ പഞ്ചറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആളെ വിളിച്ചുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ ടയർ ഊരിക്കൊണ്ട് പോവുക, അങ്ങനെ ചെയ്യേണ്ടി വരും. ട്യൂബ്ലെസ്സിൻ്റെ പോലെ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി ഓടിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ട്യൂബ് ഇട്ടാൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ട്യൂബിൻ്റെ നെക്ക്, പിന്നെ ടയർ, ഫ്രണ്ടിൻ്റെ ബാക്ക് ടയർ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഫ്രണ്ട് ടയറിനേക്കാളും വില കൂടുതലാണ്. 2500 രൂപയോളം ബാക്ക് ടയറിന് വില വരും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് ടയറും ഫ്രണ്ട് ടയർ രണ്ട് ടയറും നന്നായി ശ്രദ്ധിക്കണം.
ഏതെങ്കിലും സൈഡുകൾ മാത്രമായിട്ട് തേയ്മാനം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രണ്ട് ഏതെങ്കിലും സൈഡ് തേയ്മാനം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, ബാക്ക് ടയർ ഭൂരിഭാഗം ബാക്ക് ടയർ ആൾക്കാർ റീസോളിങ് ടയറുകൾ മേടിച്ചിടാറുണ്ട്. കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷൻ വെച്ച് റീസോളിങ് ടയറുകൾ മിക്കതും മേടിച്ചിടാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതേമാതിരി നെക്ക് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊക്കെയാണ് ടയറിന് നെക്ക്. ഞാൻ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞാൽ നെക്ക് ശ്രദ്ധിക്കാം. പിന്നെ ടയർ കറങ്ങുമ്പോൾ ഫ്രീ അല്ലേ നോക്കണം. അതുപോലെ എന്തെങ്കിലും പിടുത്തോ കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ ടയറിൻ്റെ എന്താ പറയുക, ടയറിന് വല്ല ആട്ടം ഉണ്ടെന്ന് നോക്കണം. അതായത് ചെറിയ എന്തോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വെട്ടൽ പോലെ ഉണ്ടെങ്കിൽ അത് ബെയറിങ് കംപ്ലൈൻറ്റ് ആയതിൻ്റെയാണ്. അങ്ങനെ വെട്ടൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ടയർ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് തേയ്മാനം ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ തേയ്മാനം ഉണ്ടെങ്കിൽ അത് സസ്പെൻഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഒരു സൈഡ് മാത്രം തേയ്മാനം എന്ന്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ചൈനീസ് പോക്കറ്റ് നോക്കാം. ചൈനീസ് പോക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് ഇതാ അവിടെ എന്തോരം ബാക്കിയുണ്ടെന്ന് നോക്കാം ടൈറ്റ് ചെയ്യാനായിട്ട്. അത് പുത്തൻ ചെയിനാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്രയും ഗ്യാപ്പ് അവിടെ ഉണ്ടാവുള്ളൂ. അതായത് ഇനി അത് എന്തോരം ടൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് എന്തോരം ഉണ്ടെന്ന് നോക്കണം. അതായത് നമ്മളെ മുറുക്കണ ബോൾട്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെയിൻ ടൈറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെയായിട്ട്. ഓക്കെ. പിന്നെ എൻ്റെ പോലെ തന്നെ പോക്കറ്റിൻ്റെ ടീത്തുകളുടെ ഷാർപ്പ്നെസ്, അതായത് ഒരു എന്താ പറയുക, ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് നമുക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ബാക്കിലത്തെ സ്പോക്കറ്റിൻ്റെ ഓരോ ടീത്തിൻ്റെയും പിന്നെ അറ്റം എന്തോരം ഉണ്ടെന്ന് നോക്കുക. നല്ല ഷാർപ്പായിരിക്കും പുതിയതായിട്ട് ഇടുന്ന സ്പോക്കറ്റിന്. അതേമാതിരി തന്നെ ചെയിന് നല്ല സൗണ്ടും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ചെയിൻ സ്പോക്കറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബാറ്ററി. ഇത് പുതിയ ബാറ്ററിയും പഴയ ബാറ്ററിയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് കാണുമ്പോൾ ചെളിയും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം പഴക്കമുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ബാറ്ററി ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്ക് ഏകദേശം 1800 രൂപയാണ് വില. അപ്പോൾ അത് നമ്മൾ നോക്കണം. കാരണം വണ്ടി മേടിച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റി വരുമ്പോൾ നല്ലൊരു രീതിയിൽ പൈസ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ബാറ്ററി. അപ്പോൾ ബാറ്ററി അവർ പറയുകയാണ്, എന്താ പറയുക, ബാറ്ററി ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വാറണ്ടി കാർഡ് ചോദിച്ചു മേടിക്കുക. കാരണം വാറണ്ടി കാർഡ് ഇല്ലാണ്ട് ബാറ്ററി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ വാറണ്ടി കാർഡ് കളഞ്ഞു പോയി ബാറ്ററി ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നോണയായിരിക്കും വണ്ടിക്ക് എന്താ വില കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി കാർഡ് ചോദിച്ചു പിടിക്കുക. അതേമാതിരി തന്നെ ബാറ്ററിയുടെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അതേമാതിരി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് അടിക്കുമ്പോൾ വേണ്ടി സ്റ്റാർട്ടാവും എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ നോക്കാം. അതായത് ഒറ്റയടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ബാറ്ററി. ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ നോക്കുമ്പോൾ മെയിനായിട്ട് എന്തെങ്കിലും ഓയിൽ ലീക്ക് എന്തെങ്കിലും സസ്പെൻഷൻ്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ മോണോ ഷോക്കൊക്കെ ആണെങ്കിൽ എല്ലാ ബൈക്കിനും ഇല്ല, ചില ബൈക്കിനൊക്കെ ഓയിലിൻ്റെ ഒക്കെ ലീക്കിങ്ങോ കാണാറുണ്ട്. അപ്പം അങ്ങനെ നോക്കാൻ പറ്റും. പിന്നെ ടയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് തേയ്മാനം ഉണ്ടോ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടയറിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് തേയും. അത് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട് നോക്കിയാണ് സസ്പെൻഷൻ വേണ്ട നോക്കുക. ഫ്രണ്ട് സസ്പെൻഷൻ്റെ സ്റ്റമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കൈക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഓയിൽ കൈമയാകുന്നുണ്ടോ നോക്കുക. അതേമാതിരി ഓയിൽ സീലിൻ്റെ അവിടെ സ്റ്റമ്പിൻ്റെ അവിടെ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടോ നോക്കുക. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് പിന്നീട് ഓയിൽ സീൽ പൊട്ടാനും സ്റ്റമ്പ് ചേഞ്ച് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഓയിൽ ലീക്ക് നോക്കിയാണ് നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയുക. അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വണ്ടി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി ടയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ട് തേയ്മാനം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കിറ്റുള്ള വണ്ടികളിലൊക്കെ കിറ്റുള്ള ഭാഗത്തൊക്കെ ഒന്ന് തട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ, എന്തെങ്കിലും സ്ക്രൂവോ കാര്യങ്ങളൊക്കെ വിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് തട്ടുമ്പോൾ മനസ്സിലാവും. അതേമാതിരി വണ്ടി നന്നായി ഹൈ ആർ പി എമ്മിൽ മാക്സിമം ഓരോ ഗിയർ നന്നായി വലിപ്പിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്തപ്പോൾ നന്നായി
ഓരോ ഗിയർ നന്നായി വലിയും. വണ്ടി നല്ല RPM വരുമ്പോൾ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ കിറ്റിൻ്റെ അവിടേക്ക് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും, നല്ല രീതിയിൽ സൗണ്ട് വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ പയ്യൊന്ന് കൊട്ടിയൊക്കെ നോക്കുക, അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും വല്ല എന്താ പറയുക എവിടെയെങ്കിലും പൊട്ടി കിടപ്പുണ്ടെങ്കിൽ ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് മീറ്റർ നോക്കാം. നമ്മൾ മീറ്ററിൽ കൊടുത്താണ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണ്ടോ നോക്കണം. ഇതിപ്പോൾ RPM മീറ്റർ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ അത് ശരിയാക്കണമെങ്കിൽ തന്നെ കിറ്റ് മൊത്തം അഴിച്ച് മാറ്റേണ്ടി വരും. ശരിയാക്കാൻ നല്ല പണിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ നോക്കുക. അതേമാതിരി അതിൽ കൂടെ ന്യൂട്രൽ ലൈറ്റ്, ബാക്കി ഇൻഡിക്കേറ്റർ ലൈറ്റ്, സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ, അതൊക്കെ വർക്ക് ചെയ്യണം. പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വലിയ ഉപകാരമില്ല. കാരണം അത് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കിലോമീറ്ററിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ സ്മൂത്ത്നെസ് ഉണ്ടോ എന്ന് നോക്കിയാൽ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും, അതായത് സ്വിച്ചുകൾ, ലൈറ്റ്, ഹോൺ, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഇതെല്ലാം ഡിമ്മ്, ബ്രൈറ്റ്, ഇതെല്ലാം വർക്കിംഗ് ആണോ നോക്കുക. എല്ലാം ഒന്ന് ഹോൺ അടക്കം എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക. ടാങ്ക് തുറന്നു നോക്കുക. ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ടോ നോക്കുക. ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ടെങ്കിൽ അതെന്താ പറയുക, ആ തുരുമ്പ് നേരെ കാർബറേറ്ററിലേക്ക് കയറും. അതുമൂലം എന്താ പറയുക, കാർബറേറ്റർ കരട് കയറി കഴിഞ്ഞാൽ മിസ്സിങ്ങും, പിന്നെ എന്താ പറയുക വണ്ടി ഓടിക്കാൻ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അതേമാതിരി കാർബറേറ്റർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. മൈലേജിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം കൂടുതലും ഈ കടൽ തീര ഭാഗങ്ങളിൽ നിന്ന്, ബീച്ച് സൈഡുകളിൽ നിന്ന് വണ്ടി എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം അവിടുത്തെ വണ്ടികളിൽ ഈ തുരുമ്പ് കൂടുതലായി. അപ്പം നല്ല രീതിയിൽ ടാങ്കിൻ്റെ അത് തുരുമ്പുള്ള വണ്ടികൾ എടുക്കുന്നത് ഒഴിവാക്കുക. അത് പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ സ്ക്രാച്ചുകൾ നന്നായി നോക്കണം. നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ വണ്ടി റെഫ്യൂസ് ചെയ്തതിൻ്റെയും നല്ല രീതിയിൽ വീണതിൻ്റെ ഒക്കെ ലക്ഷണമാണ്. മെയിനായിട്ട് നോക്കുന്നത് ക്രാഷ് കാർഡാണ്. ക്രാഷ് കാർഡുമ്പോൾ നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് വണ്ടി നന്നായി വീണിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതേമാതിരി വണ്ടിയുടെ ക്രാഷ് കാർഡ് വളഞ്ഞിട്ടുണ്ടെന്നൊക്കെ, വളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആക്സിഡൻറ്റിൻ്റെ ലക്ഷണമായിരിക്കും. ഷുവറായിട്ടും ക്രാഷ് കാർഡൊക്കെ വളഞ്ഞു വന്നു വെച്ചാൽ വണ്ടി വീണ് ഉടഞ്ഞു പോകുമ്പോഴേക്കാണ് ക്രാഷ് കാർഡ് വളയലും, അല്ലെങ്കിൽ നേരിട്ട് നല്ല ഇടിയിട്ടുമ്പോഴേക്കും വളയുള്ളൂ. അപ്പോൾ അത് കണ്ട് ശ്രദ്ധിക്കണം. ക്രാഷ് കാർഡുകൾ, അതേമാതിരി വണ്ടിയുടെ സൈഡിൽ സ്ക്രാച്ചുകളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കണം. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ചേസിസിലുള്ള വെൽഡിങ്ങോ അതേമാതിരി പെയിൻറ്റിങ്ങോ ഉണ്ടോ നോക്കാം. മെയിനായിട്ട് ഇവിടെ നോക്കണം. വണ്ടി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മെയിനായിട്ട് ഫ്രണ്ട് വന്ന് ഇടിക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രോബ്ലം വരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വെൽഡിങ്ങോ മറ്റു കാര്യങ്ങളുണ്ടെന്ന് ശ്രദ്ധിക്കണം. ഈ ഭാഗത്തൊക്കെ ആയിട്ട് വെൽഡിങ്ങോ പെയിൻറ്റിങ്ങോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഈ ജീസസിൻ്റെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും വെൽഡിങ്ങോ കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അടിഭാഗത്തൊക്കെ നോക്കണം. പിന്നെ ഇവിടെയൊക്കെ തുരുമ്പുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയൊക്കെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉരച്ച് കളഞ്ഞ് പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ടാങ്കിന് ഓട്ടോ വീഴും. ടാങ്കൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, 14,000 പോലും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വെൽഡിങ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ ബോൾട്ട് പൊട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും വണ്ടി ത്രിബിൾ വെച്ച് ഓടിക്കുമ്പോഴാണ് മെയിനായിട്ട് ഈ ബോൾട്ട് പൊട്ടുന്നത്. ഏത് മിക്ക വണ്ടികൾക്കും ഉണ്ടാവും. ഇത് ത്രിബിൾ വെച്ച് ഓടിക്കുമ്പോൾ പറ്റുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാം വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഡിസ്ക് ചെക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഡിസ്കിൻ്റെ പ്ലേറ്റ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആണോ എന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ കൈ വെച്ചിട്ട് വണ്ടി പയ്യൊന്ന് കറക്കി നോക്കണം. എന്നിട്ട് ഡിസ്ക് പ്ലേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. എല്ലാ ഭാഗത്തും ഒരേ സൈസ് അല്ലേ എന്ന് നോക്കണം. അതേമാതിരി ഡിസ്ക് ബ്രേക്കിൻ്റെ ഉള്ളിലത്തെ അതേമാതിരി ഡിസ്ക് പാഡുകളും ശ്രദ്ധിക്കണം. ഡിസ്കിൻ്റെ ഇതിങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ഇല്ലെന്ന് നോക്കിയാൽ. കാരണം ഡിസ്ക് മാറാൻ പ്ലേറ്റ് മാറാൻ ഏകദേശം 1000 രൂപയാണ് തോന്നുന്നത്. 1000-250 എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും പൈസ വരും. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി നോക്കി ഓടിക്കുക. നമ്മൾ വെറുതെ എപ്പോഴും മേടിച്ച് എപ്പോഴും കംപ്ലൈൻറ്റ് ഒന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത്തിരി വില കൂടിയാലും നല്ല വണ്ടി നോക്കി മേടിക്കുക. പിന്നെ അതേമാതിരി പാഡും ശ്രദ്ധിക്കണം. ഇനി എൻജിൻ്റെ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഓയിലേക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓയിലേക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഓയിലേക്ക് ഹെഡുമേ ആയിരിക്കും. അപ്പോൾ ഹെഡ് ഭാഗത്ത് എവിടെയെങ്കിലും ഓയിലേക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി വേറെ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ വണ്ടി അഴിച്ചു പണിതാണ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പശ കാണാൻ പറ്റും. ഹെഡ് അഴിച്ച് പണിതിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് ആയിട്ടൊരു പശ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ 220 ബൈക്കിൻ്റെയാണ് വേണം. മറ്റു വണ്ടികളിലും അവിടെ ഹെഡ് അഴിച്ച് പണിതിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ചെയ്താണ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. പക്ഷേ പിന്നെ അതേമാതിരി ഇവിടെ ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്.
ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ എഞ്ചിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഓയിലുണ്ടോ, ഓയിലേക്ക് ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അടി ഭാഗത്തൊക്കെ ശ്രദ്ധിക്കണം ഓയിലേക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെ ഈ സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണ സ്ക്രൂ ആണ്. അവിടെ എന്തായാലും ഒരു ലീക്ക് ഉണ്ട്, ലീക്കല്ലൊരു ഓയിലിൻ്റെ പാടുണ്ടാവും, അപ്പോൾ അത് നോക്കണ്ട. ബാക്കി എവിടെയെങ്കിലുമൊക്കെ എഞ്ചിൻ ലീക്ക് ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി ക്ലച്ചൊക്കെ നമ്മൾ എന്താ പറയുക, നല്ല സ്മൂത്താണോ എന്ന് ശ്രദ്ധിക്കുക ക്ലച്ച്. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഗിയറിന് ടൈറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ എഞ്ചിൻ്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല പുക വരുന്നുണ്ടോ നോക്കണം. വണ്ടി എഞ്ചിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല വെളുത്ത പുകയൊക്കെ വരും, ഓയിലൊക്കെ എത്തണമെങ്കിൽ. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. അതേമാതിരി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ടക്ടക്നോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മൾ മെയിനായിട്ട്. ഇതിപ്പോൾ നോർമൽ കണ്ടീഷനിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ടൈമിങ് ചെയിനൊക്കെ പോയി കിടക്കുകയാണെങ്കിൽ നല്ല ടക്ടക്കിനോട് സൗണ്ട് വയ്ക്കും, അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇവിടത്തൊക്കെ ചേസസ് നമുക്ക് നോക്കുന്നതിനും പൊട്ടൽ വെൽഡിങ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും ഇവിടെയൊക്കെ, അതൊക്കെ നോക്കാം. പിന്നെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടി ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് ജസ്റ്റ് ചെറിയ സ്പീഡിൽ എന്തെങ്കിലും. ഇപ്പോൾ ഈ ക്യാമറ പിടിച്ചിട്ട് ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്ന വണ്ടി ഓടിച്ചിട്ട് ചെറിയ സ്പീഡിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ നിന്ന് 2 കൈയും വിട്ടുക. അപ്പോൾ വണ്ടി അതിന് ഒരു സൈഡ് സസ്പെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്, അതായത് സസ്പെൻഷനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും വണ്ടി ഒരു സൈഡിലേക്ക് ചെറിയ ഒരു സൈഡ് വലിവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വണ്ടി ചെരിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റിന് റൈറ്റിലേക്ക് നമുക്ക് ഇന്ന് നേരെ പോയിക്കൊണ്ട് ജസ്റ്റ് കൈ വിട്ട് കഴിഞ്ഞാൽ അതിലൊരു സൈഡിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി വളഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കൊല്ലം പഴക്കമുള്ള വണ്ടികൾ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഒരു 5-6 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിസ്റ്റണും കാര്യങ്ങളെല്ലാം ഓടി തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കൊല്ലം പഴക്കമുള്ള വണ്ടികൾ ഒഴിവാക്കുക. പിന്നെ മെയിനായിട്ട് നേരിട്ട് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഇത്തിരി വിശ്വസിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് വണ്ടിയാണ് മേടിക്കാൻ പോകുന്നത്, അപ്പോൾ ആ വണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങിക്കൊണ്ടെങ്കിൽ ആ വണ്ടി എടുത്ത് അത്ര ദൂരം ഓടിച്ച് പോവുക. അപ്പോൾ അത്ര നേരം ഓടിച്ചിട്ട് നമുക്ക് സെയിം വണ്ടി തന്നെ വേറെ ഒരെണ്ണം ഓടിക്കുമ്പോൾ പെട്ടെന്ന് അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും. എഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് തന്നെ ആ 2 വണ്ടികളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വണ്ടി നോക്കാൻ ഇതിലൂടെ നന്നായി ചെക്ക് ചെയ്യാൻ കഴിയുമെങ്കിലോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.